ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ചിക്കൻ കറി. അപ്പൊ ഇത് ആരാ ഉണ്ടാക്കുന്നത്? നമ്മുടെ സ്വന്തം തങ്കുച്ചാച്ചനാണ്, അളിയൻ. പേരക്കയുടെ അളിയൻ. അപ്പൊ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും കിഴങ്ങ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാണ് ഇവിടെ ഉരുളൻകിഴങ്ങ് വെച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. നമ്മുടെ കൊച്ചി സ്റ്റൈലാണ് കേട്ടോ. അതായത് നമ്മുടെ ടീമിന് ഇഷ്ടപ്പെട്ട ചിക്കൻ കറിയാണ് കിഴങ്ങ് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ചിക്കൻ കറി വെച്ചാലോ? ചിക്കൻ കറി വെക്കാലോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചിക്കൻ എടുത്ത് കുക്കറിലോട്ട് ഇടുക. ഞാനാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്, കാരണം ഇത്. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം കേട്ടോ. അതിൽ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യണം. സോൾട്ട് ഇട്ട് എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം കേട്ടോ. പോരെയോ? മഞ്ഞപ്പൊടി ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി എന്താണ് കൂടണ്ടേ? സവാള. അത്രയും വേണോ? കുറച്ചിട്ടാ പോരെ? അപ്പൊ കുറച്ചിടുക കേട്ടോ. സവാള കുറച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു. കുറച്ച് കറിവേപ്പില. കുറച്ചും കൂടെ ഇടാം. കുറച്ച് കറിവേപ്പില. പച്ചമുളക് 2 പോരെ? എരിവാവൂലേ? പച്ചമുളക്. അടുത്ത ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ചൂടാക്കി ഇടുന്നേ. പച്ച കളറായതുകൊണ്ടാണ് നമ്മൾ പച്ചമുളക് എന്ന് പറയുന്നത്. നമുക്ക് പൊടി ഐറ്റംസ് എല്ലാം കൂടെ കരിഞ്ഞു പോകാതെ നമ്മൾ ചൂടാക്കണം. പോലീസ് പൊട്ടിത്തെറിക്കരുത്. അവിടുത്തെ മുഖം മാറ്റണം കേട്ടോ. ഇവിടെ നമുക്കിതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, പിന്നെ നമുക്ക് കാശ്മീരി മുളക് പൊടി, പിന്നെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ചേർക്കും കേട്ടോ. ഇവിടെ 1 സ്പൂൺ പോരെ മല്ലിപ്പൊടി? 2 സ്പൂൺ. ഓക്കെ. അപ്പം ചേച്ചി നമ്മളത് കരിഞ്ഞു പോകാതെ കുറച്ച് ചൂടാക്കണം കേട്ടോ. അപ്പൊ ഒന്ന് ചൂടാക്കിക്കോ. അയ്യോ, ആ സ്പൂൺ വെച്ച് ആക്കല്ല കേട്ടാ. നമുക്ക് വേറെ സ്പൂൺ ഉണ്ട്. പൊന്നുസില്ല സ്പൂണ് വേഗം എടുത്തോണ്ട് വേണ്ടി. ആ കടിയുടെ സ്പൂണ് നമുക്ക് അതിട്ട് ഇളക്കരുത്, പാടില്ല. നമ്മുടെ തടിയുടെ സ്പൂണില്ലേ, തടിയുടെ വലിയ പാത്രത്തിൽ, വലിയ പാത്രത്തില് എടുക്കലായിരുന്നു. മോനെ തടി ആ വലിയ പാത്രത്തില്, അതിലപ്പുറം വലിയ മരത്തിന്റെ പാത്രം, മരത്തിന്റെ തടി ഉണ്ടാവും. ആ വലിയ പാത്രം, വലിയ പാത്രം, ഉരുളി. അതന്നെ അതന്നെ അതന്നെ. രണ്ടും എടുത്തോ. കുറച്ച് ഗരം മസാലപ്പൊടി ഇടും കേട്ടോ അതിനകത്തോട്ട്. ഞാൻ കുറച്ചും കൂടി കളറിന് വേണ്ടി ഇട്ടതാണേ. നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇടാം കേട്ടോ. ഇട്ടു. ഇത് കുറച്ചിങ്ങനെ ആക്കിയിട്ട് അതെ. എന്നിട്ട് നമുക്ക് കുറച്ച് ഈസ്റ്റേണിന്റെ ആണ് ഇത് എടുത്തത്. കുറച്ച് ചിക്കൻ മസാലയാണ്. അപ്പൊ അത് ഇനി നന്നായിട്ട് കരിക്കാതെ വേണം ചൂടാക്കാൻ. അപ്പൊ ചൂടായിട്ടുണ്ട് കേട്ടോ, നമ്മുടെ പൊടിയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങോട്ടേക്ക് മാറ്റണം? ചിക്കനിലേക്ക് ഇടുവാണ് നമ്മള്. അപ്പൊ നമ്മുടെ പൊന്നൂസ് എത്തി നോക്കുന്നുണ്ട്.
ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. കൈ മിക്സ് അയ്യോ എൻ്റെ കൈ പൊള്ളിക്കല്ലേ കേട്ടോ. ജസ്റ്റ് കണക്കാക്കി അപ്പം ഇത് നന്നായിട്ട് മിക്സ് ആക്കണം. നമുക്ക് മിക്സ് ആക്കിയിട്ട് നമുക്ക് വേവിക്കാം. ഓക്കെ, ഉപ്പിട്ടതാണോ? ഉപ്പിട്ടതാണ്. കൈ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ചൂടുണ്ടോ? ചൂടില്ല. സാധാരണ ഈ ഷെഫുമാരൊക്കെ ഇല്ലേ കുക്ക് ചെയ്യുമ്പോൾ മിണ്ടാറില്ല, അതുപോലെ തങ്കുവും ദേ മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ്? കുട്ടി മിണ്ടുന്നില്ല. കുറച്ച് ഓയിൽ ഞാനാണ് മിണ്ടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കോക്കനട്ട് അതെന്താ നിങ്ങള് പഠിച്ചപ്പോ അങ്ങനെ ഉണ്ടോ? അതായത് കുക്ക് ചെയ്യുമ്പോ മിണ്ടരുന്നുണ്ടോ? ഇടുന്നുണ്ട്. അതാണ് കേട്ടോ, പഠിച്ചാലേ പാടുള്ളൂ. എണ്ണ കോക്കനട്ട് ഓയിൽ. അപ്പൊ നമ്മളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചാലോ? കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് മതി. എന്നിട്ട് നമുക്കിത് ഉപ്പുണ്ടോ നോക്കാട്ടോ. പച്ച ഇറച്ചി കഴിക്കൂല ചേട്ടാ, വെന്തറച്ചി. ഉപ്പുണ്ടോ? ഉപ്പുണ്ടാവോ? കുറച്ച് വിടാം. കുറച്ച് ഒഴിക്കട്ടെ വെള്ളം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിത് ഒന്നും കൂടി മിക്സ് ആക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കാം. മിക്സ് ആക്കിയിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണേ. കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി നമ്മൾ കുക്കറിൽ അടച്ചിട്ട് ഒറ്റ വിഷിൽ കേട്ടോ. ഒരു വിഷിൽ. എത്ര വിഷിൽ അടിക്കണ്ടേ? ഒറ്റ വിഷിൽ. അപ്പം ഞാനിത് അങ്ങോട്ട് അടയ്ക്കും കേട്ടോ. അടച്ചു. നമുക്ക് കത്തിച്ചു കൊടുക്കാം. കത്തിക്കാം ഗ്യാസ്. അടുത്തായിട്ട് നമുക്ക് തോരൻ വെക്കാവേ. കുറച്ച് ഓയിൽ ഒഴിക്കാം. നിങ്ങളുടെ വീട്ടിലിങ്ങനെ ചെക്കന്മാരൊക്കെ ഇതുപോലെ കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ടോ? അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് എന്താണ്? ബീൻസ് തോരനാട്ടോ. ബീൻസും ക്യാരറ്റും. അപ്പോൾ ഇത് അരിഞ്ഞത് ആരാന്നറിയോ? അവൻ തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ ചേട്ടാ അരിഞ്ഞത് കാണാൻ? മിണ്ടത്തില്ലെന്നേ ഉള്ളൂ. ചൂടായിട്ട് എല്ലാം ചെയ്യും. കടുകിടാം. കുറച്ചിട്ടാ മതി കേട്ടോ. പിന്നെ മമ്മി ഇടയിൽ കൂടെ കറിവേപ്പില കൊണ്ട് തരുന്നുണ്ട്. അയ്യോ കുറച്ച് താഴെ പോയി. അപ്പോൾ കറിവേപ്പിലയും കൂടെ നമുക്കിങ്ങനെ മുറിച്ചിടാം കേട്ടോ. തങ്കു മറ്റേ ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ് പഠിച്ചത് കൊണ്ടുണ്ടല്ലോ വീട്ടിൽ അത്യാവശ്യം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ ഇല്ലേ, അപ്പം നമ്മുടെ ചിലപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ചിലപ്പോൾ പണ്ട് ഇവനെ കളിയാക്കുമായിരുന്നു. എന്താ പാടാണ് ഇങ്ങനെ വെക്കുന്നത്, പെൺകുട്ടികൾ ചെയ്യേണ്ട പണിയല്ലേ ഇത് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേടാ. അപ്പോൾ എന്താ ചേട്ടന് പറയാനുള്ളത്? ആൺകുട്ടികളും വെക്കണ്ടേ ജോലി? അപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് തേങ്ങ ജീരകം വെളുത്തുള്ളി കേട്ടോ എല്ലാം കൂടി ചതച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ട് മിക്സ് ആക്കിയിട്ട് അതിലേക്കുള്ള ഒരു സിമ്പിൾ തോരനാണ് കേട്ടോ. ജീരകം, തേങ്ങ, പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ എന്താ മറ്റേ വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. തേങ്ങയിലിട്ട് ചതച്ചിട്ട് ഇതിലോട്ട് മിക്സ് ആക്കിയിട്ട് ഇതിലോട്ടിട്ട് വേപ്പില ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പിടാവേ. ഇളക്കട്ടെ. കുറച്ചൊന്ന് വെള്ളം തളിക്കണ്ടേ? കുറച്ച് വെള്ളം കുറച്ചിങ്ങനെ വെള്ളം തളിക്കാം കേട്ടോ. കുറച്ച് വെള്ളം തളിച്ചിട്ട് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കും. പറ എന്തൊക്കെയാണത്? അരിഞ്ഞ ആള് തന്നെ പറഞ്ഞു. ഇതിൽ നമ്മൾ അരിഞ്ഞേക്കുന്നത് ബീൻസ്, ക്യാരറ്റ്, പച്ചമുളക്, ഇതാണ് ഇതിൻ്റെ കൂടെ അരിഞ്ഞേക്കുന്നത്. പിന്നെ തേങ്ങയ്ക്കകത്ത് തേങ്ങ, ജീരകം, വെളുത്തുള്ളി രണ്ടും കൂടെ ചതച്ചെടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കടുക് പൊട്ടിക്കുക.
ഈ തട്ട് മൊത്തം എല്ലാം കൂടെ ഇളക്കിയിട്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഓയിൽ ഒഴിച്ചിട്ട് എല്ലാം കൂടെ അടിക്കരുത് അതില്. എന്നിട്ട് അടച്ച് ആവിയും കൊണ്ട് വേവിക്കും. ഓക്കെ. ഇപ്പോൾ ഒരു വിസിലടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ വെന്തോട് നോക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി എന്തായിട്ടുണ്ട്? കിഴങ്ങിടാം. അടുത്തത് കിഴങ്ങ്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കണോ? അതൊന്ന് മിക്സ് ആക്ക്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കേണ്ടി വരും അല്ലേ? വെള്ളം ഉണ്ടല്ലോ. ചിക്കൻ മുറിയരുത് കേട്ടോ, പൊടിഞ്ഞു പോലെ. കിഴങ്ങ് വേഗണ്ടേ അപ്പം. സോൾട്ടുണ്ടോ നോക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ ശരിയാവും. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാലോ? കുറച്ച് വെള്ളം ഒഴിക്കാം മമ്മി. കുറച്ച് വെള്ളം താ മമ്മി. ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പ് കൂടിപ്പോയി. കിഴങ്ങ് ഇട്ടപ്പോഴല്ല, കുറച്ച് മുമ്പേ കൂടിപ്പോയി. കൊള്ളാം. ഇത് പിടിക്കുമ്പോൾ ഒരു വിസിനോട് അടിക്കും. കുറച്ചും കൂടെ ഒഴിച്ച വെള്ളം മതിയോ? ഓക്കെ. നമുക്ക് ഗ്യാസ് കത്തിക്കാം. അടുപ്പ് കത്തിക്കാം. ഇനി ഒരു അടിയും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാവും. തരാം. ചിക്കൻ കറി ഒരു വിസിലും കൂടെ അടിക്കാവേ. അയ്യോ, വിസിൽ. നമ്മുടെ തോരൻ ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ. തോരൻ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഇഷ്ടമാണോ ചേട്ടന് ബീൻസ് തോരൻ? അപ്പൊ ഇത് ഫുള്ള് ഞാൻ കഴിപ്പിക്കും കേട്ടാ. ചേട്ടൻ കഴിക്കുന്ന എനിക്ക് കാണണം. കാണിച്ചു തരുമോ? ചേട്ടൻ കഴിക്കുന്ന എനിക്ക് കാണണം. ബീൻസ് തോരൻ അരിഞ്ഞത് കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആവിയിൽ ഇങ്ങനെ വേകണം. വെള്ളമൊക്കെ ജസ്റ്റ് കളിച്ചാൽ മതി. അപ്പൊ ചേട്ടൻ കുറച്ച് കൊടുക്കാം. കഴിച്ചോ? കുടിച്ചോ? കുഴപ്പമില്ല അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ തോരന്. എപ്പോഴാ? ഇപ്പൊ തോരുന്നില്ല മഴ. കഴിച്ചോ? തോർന്ന് നിൽക്കുമല്ലേ? കഴുകി വെച്ചേക്കോ മമ്മി. അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. അപ്പൊ നമുക്ക് തുറന്നു കൊടുക്കാം. അതാണ് ഞങ്ങളുടെ തങ്കുച്ചാച്ചന്റെ അളിയന്റെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ കളർ. ഉപ്പ് കുറഞ്ഞാ നോക്കിയേ. പൊടിയമ്മക്ക് ഉപ്പിട്ടാ നോക്കാം. നമുക്ക് ടേസ്റ്റ് നോക്കിയാലോ? അപ്പൊ നമ്മളെ തങ്കോളിയം വെച്ച ചിക്കൻ കറിയാണ്. ചിക്കൻ കറി ടേസ്റ്റ് നോക്കിയാലോ? നോക്കാം. ഞങ്ങളുടെ അളിയൻ ഉണ്ടാക്കിയതാണ്. എനിക്കെന്തേ കുഞ്ഞുസേ, ഇപ്പൊ ഒരു ഉണ്ടാക്കി പാട്ട് പാടാൻ പറ്റുമോ? പാടിയേ. തങ്കു വെച്ച ചിക്കൻ കറി, ആ ആ മുളക് വിട്ട ചിക്കൻ കറി, ആ ആ തങ്കു വെച്ച ചിക്കൻ കറി, ആ ആ എരിവുള്ള ചിക്കൻ കറി, ആ ആ തങ്കു വെച്ച ചിക്കൻ കറി, എരിവുള്ള ചിക്കൻ കറി, കൂട്ടുമ്പോൾ എരിവാണ്, അത് കഴിക്കുമ്പോ സൂപ്പറാണ്. തങ്കു വെച്ച ചിക്കൻ കറി, ആ ആ മുളകിട്ട ചിക്കൻ കറി, ആ ആ തങ്കു വെച്ച ചിക്കൻ കറി, ആ ആ മുളകിട്ട ചിക്കൻ കറി. അപ്പൊ മുളകിട്ട ചിക്കൻ കറി നല്ല സൂപ്പറാണ് കേട്ടാ, അടിപൊളി. തങ്കൂന്ന് കഴിച്ചു നോക്കിയേ, ഉണ്ടാക്കിയ ആള്. അപ്പൊ അടുത്തൊരു വീഡിയോ